എന്തായി വരുൺ? തെരച്ചിൽ നടക്കുന്നേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അമ്മ, വരുൺ, വരുൺ, അമ്മയെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ? പോലീസുകാരെന്തേലും പറഞ്ഞോ? ഇല്ലടോ. ഞാനും എൻ്റെ അമ്മയെ ഓരോ ശ്വാസത്തിലും ഭഗവാനെ വിളിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങാൻ പോകുന്ന നേരത്ത് എന്നോട് എന്തൊക്കെയാ അമ്മ പറഞ്ഞേൽപ്പിച്ചെന്നറിയോ? ഞാൻ പറഞ്ഞതാ ഞാൻ കൂടെ കിടക്കാന്ന്. സമ്മതിച്ചില്ല. മോളെ, മുത്തശ്ശി അമ്മ എന്ത് സന്തോഷത്തിലായിരുന്നു എന്നറിയോ? എല്ലാരോടും ചിരിച്ചും കളിച്ചും വിളമ്പി തന്നു കഴിപ്പിച്ചു. ഒരു വാക്കോലും പറയാതെ അമ്മ എവിടെ പോവാനാ? എന്നെ അമ്മ അങ്ങനെ പോവില്ല. അമ്മ ആരോ എന്തോ ചെയ്തതാ. മോളെ, അച്ഛനവിടെ ഓരോ പ്രശ്നങ്ങൾ കാരണം തല താഴ്ത്തിരിക്കുമ്പോ അമ്മ എന്നോട് പറഞ്ഞെന്തൊക്കെയാന്നറിയോ? കണിമംഗലത്തെ പരമേശ്വരൻ രാജാവിനെ പോലെ ജീവിച്ച ആളാ, ഒരിക്കലും ആ തല താഴ്ന്നൂടാന്ന്. അമ്മയ്ക്ക് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ദൈവത്തിന്റെ കാരുണ്യായിട്ട് കാണുന്ന. അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മ എങ്ങോട്ടെങ്കിലും ആരും അറിയാതെ പോവോ? എനിക്ക് വീണ്ടും ആരും ഇല്ലാതായി പോയല്ലോ അച്ഛ. കരയാതെ. അമ്മ എന്നോട് പറയും വരും, സങ്കടങ്ങളല്ലാതെ സന്തോഷങ്ങളൊന്നും അമ്മ കണ്ടിട്ടില്ല എന്ന്. ഇനി വേണം സന്തോഷിക്കാനെന്ന് നമ്മളോട് പറഞ്ഞതല്ലേ. ഒരുപാട് ആഗ്രഹിച്ചല്ലേ അമ്മ അങ്ങനെയൊക്കെ. എന്നിട്ടിപ്പോ ശ്യാമത്തിനൊന്നും സംഭവിക്കില്ല. അമ്മ തന്റെ മുമ്പിൽ വന്ന് നിന്നതും എല്ലാം ഒരു അത്ഭുതമല്ലേ? അതുപോലെ ഒരു അത്ഭുതം ഇനിയും ഉണ്ടാവും.